സ്വാഗതം. ടൊറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് മൈ പാഷൻ. എൻ്റെ പാഷൻ എന്താണ്, അതിന് വേണ്ടി ഞാൻ എന്താണ് അതിൻ്റെ ഗൈഡൻസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സ് ആണ്. ഒരാളെ ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് ഈ കാർഡിൽ. ഫീലിംഗ് ട്രാപ്ഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് നമുക്ക് തോന്നുന്നു. അത് നമ്മുടെ മനസ്സിലുള്ള തോന്നലാണ്. നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്, നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ പാഷന് വേണ്ടി അയാൾ അതെല്ലാം ബന്ധനമൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കാർഡ് പറയണത് നൈറ്റ് ഓഫ് വാൺസൺ. അതിലെ ഒരു യോദ്ധാവാണ്. അദ്ദേഹത്തിൻ്റെ പാഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് പോവാണ്. ഭയങ്കര സാഹസികതയോടും ഉത്സാഹഭരിതനുമായിട്ട് തൻ്റെ പാഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു യോദ്ധാവാണ് രണ്ടാമത്തെ കാർഡ്. അപ്പോൾ നമ്മൾ തന്നെ ട്രാപ്പഡാണ്, റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നണം. നമ്മുടെ ഫീലിങ്സിനെയൊക്കെ നമ്മൾ തന്നെ പൊട്ടിച്ചെറിഞ്ഞ് നമ്മൾ മുന്നോട്ട് നമ്മുടെ പാഷനായിട്ട് ഫോക്കസ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡും പേജ് ഓഫ് കപ്സ് ആണ് പറഞ്ഞത്. നമ്മൾ പേജ് ഓഫ് കപ്സ് പറഞ്ഞാൽ കപ്സ് ഇമോഷൻസിൻ്റെ കാർഡാണ്. അതിൻ്റെ ഒരു ഫിഷാണ് കപ്പിൽ കാണുന്നത്. ഫിഷ് ക്രിയേറ്റിവിറ്റിയാണ് പറയണത്. അതിലും പറയണത് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട്, നമ്മുടെ പാഷനായിട്ട് നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പാഷൻ്റെ ഭാഗം വന്നപ്പോൾ നമുക്ക് തോന്നണം നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ്, നമ്മൾ ട്രാപ്പഡ് ആണ് എന്നൊക്കെ നമ്മുടെ തന്നെ ചിന്താഗതിയാണ്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോവാം. അങ്ങനെ പൊട്ടിച്ചെറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ പാഷനെ ഫോക്കസ് ചെയ്ത് വളരെ അഡ്വഞ്ചറസായിട്ട്, ഇൻതൂസിയാസ്റ്റിക്കായിട്ട് നമ്മൾ പാഷനെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയണത്. മൂന്നാമത്തെ കാർഡിലും പേജ് ഓഫ് കപ്സ് പറയണതും അതുതന്നെയാണ്. റിസ്ക് എടുത്ത് നമ്മൾ നമ്മുടെ പാഷനായിട്ട്, പുതിയ പാഷനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഷനും ഗൈഡൻസും പറയുന്നത്. പാഷനെ നമ്മൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ട്രാപ്ഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് പറഞ്ഞത് നിങ്ങളുടെ പാഷനായിട്ട് വളരെ ഉത്സാഹത്തോടെ ഒരു യോദ്ധാവിനെ പോലെ ഫോക്കസ് ചെയ്ത് പോകണം. മൂന്നാമത്തെ കാർഡും അതുതന്നെ പറഞ്ഞാൽ റിസ്ക് എടുത്ത് പോകണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.